എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവർ പറയുന്ന അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ്. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു. ഞാൻ പല ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിക്കണേ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്ലാനിങ്, അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം.